dears, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ആ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ വരുന്ന SLC പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ പീസ് ഓഫ് സ്ട്രിങ്, അതുപോലെ വാർ, അനദർ ഡേ ഇൻ പാരഡൈസ് ഒക്കെ പെട്ട ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്നുള്ള ഒരു സോങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഫിൽ കോളിൻസ് എഴുതിയുള്ള ഒരു അടിപൊളി സോങ് ആണ് എന്ത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വാർ ഉണ്ട്, അതിനുശേഷം എ പീസ് ഓഫ് സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് എന്താണ് നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് ആണ്. അതൊരു സോങ് ആണ്, എഴുതിയിട്ടുള്ളത് ഫിൽ കോളിൻസ് ആണ്. പിന്നെ എന്താണ്, പിന്നെ ഇതിൻ്റെ തീം വരുന്നത് നോക്കാം. ദ പോയം, ദ സോങ് അല്ലെങ്കിൽ സോങ് എന്ന് പറയുന്നത് ഇതൊരു സോങ് ആണ്. ദ സോങ് ഹൈലൈറ്റ്സ് പോവർട്ടി. സോ ഈ ഒരു സോങ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? പോവർട്ടി, ദാരിദ്ര്യത്തിനെയാണ്. അതേപോലെ ഹോംലെസ്നെസ്, വീടില്ലായ്മയെ കുറിച്ചാണ്. ആൻഡ് ഹ്യൂമൻ ഇൻഡിഫറൻസ്, മനുഷ്യന്റെ വ്യത്യാസം കാണിക്കില്ല. അതായത് പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക റിച്ച് ആയ ആളുകൾ, ഇവർ തമ്മിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഡിഫറൻസ് കാണിക്കുന്നത്. ഇറ്റ് ആസ്ക് പീപ്പിൾ ടു ഷോ കൈൻഡ്നെസ്. അതേപോലെ ഇറ്റ് ആസ്ക്, അത് ചോദിക്കുന്നു. ഇറ്റ് മീൻസ് ആ പോയത്തിൽ അല്ലെങ്കിൽ ആ സോങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു പീപ്പിൾ, ജനങ്ങളോട്. ടു ഷോ കൈൻഡ്നെസ്, ദയ കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹെൽപ്പ് ദോസ് ഇൻ നീഡ്, സ്പീക്കർ. അതായത് ആർക്കൊക്കെയാണ് ഹെൽപ്പ് വേണ്ടത്, അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സോങ് ആണിത്. അറിയാലോ, ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീ ഒരു തെരുവിൽ ഇരിക്കുന്നുണ്ട്. അവൾ ആ വഴിയിലൂടെ പോകുന്ന മനുഷ്യനെ വിളിച്ചിട്ട് സർ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സോ നോക്കാം. പിന്നെ അത് നെറേറ്റർ ഒബ്സർവ്സ് പുവർ വുമൺ ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ഫ്രം എ മാൻ ഓൺ ദ സ്ട്രീറ്റ്. അതായത് ഒരു സ്ത്രീ അവിടെ തെരുവിൽ ഇരിക്കുന്നുണ്ട്, അതുവഴി പോകുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ സ്ത്രീ ഹെൽപ്പ് ചോദിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. സോ ഈ ഒരു തീം നിങ്ങൾ ശരിക്കും നോക്കണം. എക്സാമിന് പിന്നെ അപ്രിസിയേഷൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററുകൾ പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഫോക്കസ് ചെയ്ത് വെക്കാം. സോ അതിനുശേഷം ഇതിൻ്റെ സമ്മറി ആയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിരുന്ന സമ്മറി പറയുകയാണെങ്കിൽ, എ ഹോംലെസ് വുമൺ ആസ്ക് എ മാൻ ഫോർ ഹെൽപ്പ് ബിക്കോസ് ഷീ കോൾഡ് ഹാസ് നോ പ്ലേസ് ടു സ്ലീപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു പിന്നെ ഇതിൻ്റെ സമ്മറി, ഒരു വീടില്ലാത്ത സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, അതുവഴി പോകുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്, ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അതായത് ഷീസ് കോൾഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല തണുപ്പായിരുന്നു അവിടെ. ആൻഡ് ഹാസ് നോ പ്ലേസ് ടു സ്ലീപ്പ്, അവൾക്ക് ഉറങ്ങാൻ സ്ഥലങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ദ മാൻ പ്രിട്ടൻസ് നോട്ട് ടു ഹിയർ ആൻഡ് വാക്ക് അവേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവൾ വിളിക്കപ്പെട്ട ആ മനുഷ്യനെ എന്ത് ചെയ്തു, അവളെ മൈൻഡ് ചെയ്യാതെ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. The narrator criticize, ആ narrator എന്ത് ചെയ്തു, അവളെ പിന്നെ criticize society for ignoring people who are suffering എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സോങ്ങിലെ narrator എന്ത് ചെയ്യുന്നുണ്ട്, criticize, അത് കുറ്റം പിന്നെ എടുത്ത് പറയുന്നുണ്ട്, കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ട്, സമൂഹത്തിനെ കുറിച്ചിട്ട്. for ignoring people who are suffering, അതായത് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇപ്പം ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതിലൂടെ പോയ മനുഷ്യനെ ആരെ ഹെൽപ്പ് ചെയ്തില്ല, ആ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഹെൽപ്പ് ചെയ്തില്ല. സോ സൊസൈറ്റിയെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, the phrase another day in paradise is used ironically to show that while some live comfortably others struggle to survive എന്ന് പറയുന്നുണ്ട്. അതായത് another day in paradise എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ സോങ്ങിന്റെ ഹെഡിങ് another day in paradise, മറ്റൊരു ദിവസം സ്വർഗ്ഗത്തിൽ എന്നുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, അത് ഐറോണിക്കലി ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, ടു ഷോ ദാറ്റ് വൈൽ സംവൺ ലിവ് കംഫർട്ടബിളി, ചില ആളുകൾ നമ്മുടെ പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോകത്ത് ഭയങ്കര കംഫർട്ടായി ജീവിക്കുന്നു, മറ്റു ചിലർ എന്ത് ചെയ്യുന്നു, സ്ട്രഗിൾ ടു സർവൈവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്, ഹോംലെസ് പീപ്പിൾ നീഡ് ഹെൽപ്പ് ആൻഡ് കമ്പാഷൻ, വീടില്ലാത്ത ആളുകൾക്ക് എന്ത് ആവശ്യമുണ്ട്, ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സൊസൈറ്റി ഓഫൺ ഇഗ്നോർസ് ദ സഫറിങ് ഓഫ് ദ പുവർ, അതായത് സമൂഹം പലപ്പോഴും പിന്നെ ജീവിതത്തിൽ ഒരുപാട് സഫറിങ്സ് അനുഭവിക്കുന്ന പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, ഇഗ്നോർ ചെയ്യുന്നു. പീപ്പിൾ ഷുഡ് നോട്ട് റിമൈൻ സൈലന്റ് വെൻ അതേഴ്സ് ആർ ഇൻ നീഡ് എന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ ഷുഡ് നോട്ട് റിമൈൻ സൈലന്റ്, ജനങ്ങൾ എപ്പോഴും എന്താവുന്നില്ല, സൈലന്റ് ആവുന്നില്ല, വെൻ അതേഴ്സ് ആർ ഇൻ നീഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ചില ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ എന്തായിട്ട് ഇരിക്കരുത്, സൈലന്റ് ആയിട്ട് ഇരിക്കരുത് എന്ന് പറയണം കേട്ടോ. സോ നെക്സ്റ്റ് വരുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ് ആണ്. സോ പോയം അല്ലെങ്കിൽ സോങ് ആകുമ്പോൾ അതിൽ എന്തുണ്ടാവും, ഫിഗർ ഓഫ് സ്പീച്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഐറണി എന്താണ്, അനദർ ഡേ ഇൻ പാരഡൈസ് നമ്മളിപ്പോൾ പറഞ്ഞു. ലൈഫ് ഈസ് നോട്ട് എ പാരഡൈസ് ഫോർ ദ പുവർ, അതായത് പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം എന്താവില്ല, എപ്പോഴും സ്വർഗ്ഗതുല്യമാവാറില്ല. ഇതിൻ്റെ റിപ്പീറ്റേഷൻ എന്താണ്, ഓ തിങ്ക് ടേസ്, ഇതൊരു എംഫസൈസ് മെസ്സേജ് ആണ്. ഓ തിങ്ക് ടേസ് എന്നുള്ളത് എന്താണ്, റിപ്പീറ്റേഷൻ ആണ്. സോ മെസ്സേജ് എന്താണ്, വി ഷുഡ് ബി കൈൻഡ്. ഇപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് വി ഷുഡ് ബി കൈൻഡ്, നമ്മളെല്ലാവരും ഭയങ്കര ദയോടെ ഇരിക്കണം, ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടിരിക്കണം. ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിങ് ദം. ആൻഡ് ഹെൽപ്പ് പീപ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യണം.
ഇൻ നീഡ്, അതായത് ജനങ്ങൾക്ക് ആർക്കാണോ സഹായം ആവശ്യമുള്ളത് അവരെ സഹായിക്കണം, ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിംഗ് ദം, അല്ലാതെ എന്ത് ചെയ്യരുത്, അവരെ ഒഴിവാക്കരുത്, ഇഗ്നോർ ചെയ്യരുത്, അവരെ ഒഴിവാക്കാതെ മാക്സിമം അവരെ ചേർത്ത് പിടിക്കണം എന്ന് പറയണം കേട്ടോ. അതാണ് നമ്മുടെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞ പിന്നെ ഒരു സോങ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ചാപ്റ്ററാണ് വാർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഓരോ ചാപ്റ്റർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നോക്കാം, വാർ എന്നുള്ള ചാപ്റ്റർ നോക്കിക്കോളാം. ഓദർ ആരാണ് ഓദർ? ലൂയിജി പിരന്റലോ ആണ് ഇതിന്റെ ഓദർ എന്ന് പറയുന്നത്. ഇറ്റാലിയൻ പ്ലേ റൈറ്റും ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് ലൂയിജി പിരന്റലോ എന്ന് പറയുന്നത്. ഇതിന്റെ സെറ്റിംഗ് എന്താണ്? ദ ട്രെയിൻ ജേർണി ഫ്രം റോം ടു സുൽമോണ, റോമിൽ നിന്നും സുൽമോണയിലേക്ക് പോകുന്ന ട്രെയിൻ ഫെബ്രിയാനോ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ വാർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്റ്റോറി തുടങ്ങുന്നത്. ഗാരേജ് ഫിൽഡ് വിത്ത് പാസഞ്ചേഴ്സ് ഡ്യൂറിംഗ് ദ വാർ ടൈം, അതായത് ആ ഒരു ട്രെയിനിന്റെ ബോഗികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അതൊരു വാർ ടൈം ആയിരുന്നു, യുദ്ധത്തിന്റെ സമയമായിരുന്നു. മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? വുമൺ ഇൻ മോർണിംഗ്, ഒരു പിന്നെ തേങ്ങിക്കറിയുന്ന ഒരു സങ്കടപ്പെടുന്ന സ്ത്രീ ഉണ്ട്. മദർ, അവളുടെ അമ്മയാണ്. ഡീപ്ലി ഗ്രീഫ് സ്ട്രിക്കൺ ആങ്ഷ്യസ് ഫോർ ഹെർ ഓൺലി സൺ, അവരുടെ സ്വന്തം മകനെ കുറിച്ച് ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട്. ഹസ്ബൻഡ് ഉണ്ട്. ടിനി, വീക്ക്, പൊളൈറ്റ്, കൺസേൺഡ് ഫോർ ഹിസ് വൈഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ഭയങ്കര പിന്നെ വീക്കാണ്, അതുപോലെ ഭയങ്കര പൊളൈറ്റ് ആണ്, വൈഫിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആയ ഒരു ഹസ്ബൻഡ്. അതായത് നമ്മുടെ ഗ്രീവിങ് മദർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഗ്രീവിങ് വുമൺ എന്നൊക്കെ പറയാറുണ്ട്, അവളുടെ ഹസ്ബൻഡാണ് കേട്ടത്. ദെൻ പിന്നെന്താണ് മൂന്നാമത്തത്? സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ, സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ എന്ന് പറയുന്നുണ്ട്. സോ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ, നമ്മുടെ സ്റ്റൗട്ട് മാൻ കേട്ടോ. അദ്ദേഹം ഒരു യാത്രക്കാരനാണ്. ഫാദർ ഹൂസ് സൺ ഡൈഡ് ഹീറോയിക്കലി ഫോർ ദ കൺട്രി, സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, മകൻ മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ അച്ഛൻ കേട്ടോ, ആ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ പിന്നുള്ളത് എന്താണ്? പിന്നെ ഈ പ്ലോട്ടിന്റെ സമ്മറി എങ്ങനെയാണ് ഇത് ഈ സ്റ്റോറി വരുന്നത് നമുക്ക് നോക്കാം. യെസ് നോക്കിക്കോ. ദ കപ്പിൾ ഈസ് ട്രാവലിംഗ് ടു സീ ഓഫ് ദെയർ ഓൺലി സൺ ഗോയിങ് ടു ദ വാർ, അതായത് ദ കപ്പിൾ ഈസ് ട്രാവലിംഗ്, ആ രണ്ട് ദമ്പതികൾ യാത്ര ചെയ്യുകയാണ്. ടു സീ ഓഫ് ദെയർ ഓൺലി സൺ ഗോയിങ് ടു വാർ, അതായത് തൻ്റെ മകൻ, അവരുടെ ആ ഒരു പിന്നെ ഹസ്ബൻഡുണ്ട്, വൈഫുണ്ട്, അവർ രണ്ടുപേരും എന്താ യാത്ര ചെയ്യുകയാണ്. അവരുടെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട്. ആ യുദ്ധത്തിലേക്ക് പോകുന്ന അവരുടെ മകനെ കണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് റോമിൽ നിന്നും സുൽമോണയിലേക്ക് പോകുന്ന ട്രെയിൻ ഫാബ്രിയാനോ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത്. വൈഫ് ഈസ് എക്സ്ട്രീംലി ആങ്ഷ്യസ്, വൈഫ് എന്താണ്, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. റിയാക്ട്സ് ലൈക്ക് എ വൈൽഡ് ആനിമൽ, ഒരു ഭീകരമായ മൃഗത്തിൻ്റെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതർ പാസഞ്ചേഴ്സ് ഡിസ്കസ് ദെയർ ഓൺ ചിൽഡ്രൻ അറ്റ് ദ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ള യാത്രക്കാരുടെ മക്കളും എന്താണ്, ഓൾറെഡി യുദ്ധത്തിലാണുള്ളത്. സോ അവരുടെ മക്കളൊക്കെ ഓൾറെഡി വാർ ഫ്രണ്ടിൽ ഉണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നെ സ്റ്റൗട്ട് മാൻ ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ്, സ്റ്റൗട്ട് മാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. സൺ ഡൈഡ് ഹീറോയിക്കലി, അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, സൺ ഡൈഡ് ഹീറോയിക്കലി, അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സ്റ്റൗട്ട് മാൻ എന്ന് പറയുന്നത്. കണ്ടന്റ് വിത്ത് ഹിസ് സാക്രിഫൈസ് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചുള്ള ആ ത്യാഗം, അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്ത ത്യാഗം വളരെയധികം പ്രൗഡായിട്ടാണ് ആര് കാണുന്നത്, നമ്മുടെ സ്റ്റൗട്ട് മാൻ കാണുന്നത്. ഹിസ് വേർഡ്സ് ടീച്ച് ദ മദർ അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് ദ ഡിമാൻഡ്സ് ഓഫ് ദ വാർ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദ മദർ, അതായത് നമ്മുടെ സ്റ്റൗട്ട് മാൻ ആ അമ്മയോട് പറയുന്നുണ്ട്, നമ്മുടെ മക്കളൊക്കെ നമ്മളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വേണ്ടത് അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ടത് നമുക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് കൂടിയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് കൊണ്ട് ഇദ്ദേഹം ഐ ആം സോ പ്രൗഡ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മളുടെ ആര് പറയുന്നത്, നമ്മളുടെ ആ ഒരു നമ്മുടെ ലേഡീൻ്റെ ഗ്രീവിങ് മദർ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യുവർ സൺ ഈസ് റിയലി ഡെഡ്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. മദർ ഈസ് ടേൺഡ് ബട്ട് അണ്ടർസ്റ്റാൻഡ് പാരന്റൽ ലവ് വേഴ്സസ് പാട്രിയോട്ടിക് ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് പാട്രിയോട്ടിസവും പാരന്റൽ ലവ് ആണ് കേട്ടോ. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം, പാരന്റൽ ലവ് എന്ന് പറഞ്ഞാൽ മാതൃസ്നേഹവും രാജ്യസ്നേഹവും തമ്മിൽ ഒരു വേഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരസ്പരം ഓപ്പോസിറ്റുള്ള കാര്യത്തിൽ എന്താ പറയുക, വേഴ്സസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മാതൃസ്നേഹവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് അവസാനം ദ ഫാദർ ബ്രേക്സ് ഡൗൺ റിയലൈസിംഗ് ഹിസ് സൺ ഈസ് ട്രൂലി ഡെഡ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റൗട്ട് മാൻ്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ബ്രേക്ക് ഡൗൺ റിയലൈസിംഗ് ഹിസ് സൺ ഈസ് ട്രൂലി ഡെഡ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ മരിച്ചു എന്നുള്ള റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നത്. നമ്മുടെ ആ ഒരു ഗ്രീവിംഗ് മദർ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, യുവർ സൺ ഈസ് റിയലി ഡെഡ്, എൻ്റെ മകൻ ശരിക്കും മരിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ശരിക്കും ആ റിയാലിറ്റി എന്താണെന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് നല്ല സങ്കടം ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ ചാപ്റ്റർ ഓഫ് ദ വാർ, അതാണ് നമ്മുടെ വാർ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ സെക്കൻഡ് വരുന്നത് അതിന്റെ തീംസ് ആണ്. തീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് തീം കണ്ടോടാ, പാരന്റൽ ലവ് ആൻഡ് വേഴ്സസ് പാട്രിയോട്ടിസം. നെക്സ്റ്റ് വരുന്നത് ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് ഇൻ വാർ, ഹീറോയിസവും യുദ്ധത്തിലുള്ള
അതുപോലെ യാതനകൾ വേദനകൾ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് ദട്ട്, മക്കൾ മരിച്ചു പോയാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഹ്യൂമൻ ഗ്രീഫ് ആൻഡ് സ്റ്റോയിസിസം എന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ ഗ്രീഫ്, മനുഷ്യൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തീം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കോട്ടുകളും ഐഡിയാസും ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മീൻസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. സ്റ്റൗട്ട്മാൻ പറയുന്ന കാര്യങ്ങൾ, അതേപോലെ മദർ പഠിക്കുന്ന കാര്യങ്ങൾ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിയർ ആൻഡ് സ്റ്റോയിക് അക്സെപ്റ്റൻസ്. ഇറ്റ് മീൻസ് മക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ മക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു തീമാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ പിന്നെ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്കോമിൻ്റെ ചാപ്റ്റർ ആയിട്ടുള്ള എ പീസ് ഓഫ് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. എ പീസ് ഓഫ് സ്ട്രിങ് എഴുതിയുള്ളത് ഗീഡെ മൗപ്പസൻ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചാപ്റ്റർ എഴുതിയുള്ളത് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. സോ സെറ്റിംഗ് എന്താണ്, ഗോഡർവില്ലെ എ സ്മാൾ ഫ്രഞ്ച് ടൗൺ ആൻഡ് മാർക്കറ്റ് ഡേ എന്ന് പറയുന്നുണ്ട്. സോ ഗീഡെ മൗപ്പസൻ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. സോ ഇതിൻ്റെ സെറ്റിംഗ് ഗോഡർവില്ലയിലാണ്, സ്മാൾ ഫ്രഞ്ച് ടൗൺ ആൻഡ് മാർക്കറ്റ് ഡേ, ഒരു ചെറിയ മാർക്കറ്റ് ഡേയിലാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതൊരു സ്മാൾ ഫ്രഞ്ച് ടൗൺ ആണ്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹോഷ്കോം ആണ്, രണ്ട് മാലൻറ്റൈൻ ആണ്, പിന്നെ വരുന്നത് ദ മേയർ, അതേപോലെ വില്ലേജസ് കേട്ടോ. ഹോഷ്കോം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവപ്പെട്ട സത്യസന്ധനായ ഒരു കർഷകനാണ്. മാലൻറ്റൈൻ എന്ന് പറയുന്ന ഹോഷ്കോമിൻ്റെ എനിമിയാണ്, ഭയങ്കര സത്യം പറയാതെ ഡിസ്ഹണസ്റ്റ് ആണ്, അതേപോലെ ഭയങ്കര സ്പൈറ്റ്ഫുൾ ആണ് കേട്ടോ. മേയർ എന്ന് പറയുന്നത് ഒരു അതോറിറ്റി ഉണ്ട് അവിടെ, അതായത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് പോലെ ഒരു അതോറിറ്റി ഉണ്ട്. സോ അതിൻ്റെ ഹെഡാണ് മേയർ എന്ന് പറയുന്നത്. ബ്ലൈൻഡ്ലി ട്രസ്റ്റ് മാലൻറ്റൈൻ, അദ്ദേഹം കണ്ണും പൂട്ടി ആരെ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ മാലൻറ്റൈനെ വിശ്വസിക്കുന്നുണ്ട്. വില്ലേജേഴ്സ്, മാർക്കറ്റ് പീപ്പിൾ, അവിടെയുള്ള നാട്ടുകാരും മാർക്കറ്റ് പീപ്പിളും. ഗോസിപ്പ് ആൻഡ് മോക്ക് ഹോഷ്കോം, എല്ലാം ഗോസിപ്പ് പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോഷ്കോമിനെ എന്തെന്നിട്ട് കളിയാക്കുന്നവരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ഈ പ്ലോട്ടിൻ്റെ സമ്മറി എന്ന് പറയുന്നത് മാർക്കറ്റ് ഡേ ഇൻ ഗോഡർവില്ലയിൽ ഒരു മാർക്കറ്റ് ദിവസം പെസൻസ് ആൻഡ് ദെയർ വൈഫ്സ് ഗ്യാദർ ഫോർ ദ മാർക്കറ്റ്, അതായത് അവിടെയുള്ള കർഷകരും അതുപോലെ അവരുടെ ഭാര്യമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഒത്തുകൂടുന്നുണ്ട്. ഹോഷ്കോം നോട്ടീസസ് എ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് പിക്ഡ് അപ്പ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഹോഷ്കോം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രിങ്, ഒരു കയർ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ക് ചെയ്യുന്നുണ്ട്. മാലൻറ്റൈൻ സീസ് ഹിം, മാലൻറ്റൈൻ അവനെ കാണുന്നു. ഹോഷ്കോംസ് എനിമി ഒബ്സർവ്സ് ഹിം ആൻഡ് ലേറ്റർ അക്യൂസസ് ഹിം സ്റ്റീലിംഗ് ദ പോക്കറ്റ് ബുക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് ഹോഷ്കോംസ് എനിമി ആയിട്ടുള്ള മാലൻറ്റൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കയറിൻ്റെ കഷ്ണം എടുക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ എന്തോ എടുക്കുന്നത് കണ്ടു, എടുത്തത് കയറിൻ്റെ കഷ്ണമാണെന്നുള്ള ആര് കണ്ടിട്ടില്ല, നമ്മുടെ മാലൻറ്റൈൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അവൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നുണ്ട്. നീയാണ് എന്തെടുത്തത്, ആ നഷ്ടപ്പെട്ടു പോയ പോക്കറ്റ് ബുക്ക് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. സമ്മൺഡ് ബൈ ദ മേയർ, ഹോഷ്കോം ഈസ് സസ്പെക്റ്റഡ് ഫോർ ദ തെഫ്റ്റ്. അങ്ങനെ ഹോഷ്കോമിന് എന്ത് ചെയ്തു, ആ ഒരു പിന്നെ ഒരു സാധനം നഷ്ടപ്പെട്ടു, പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടല്ലോ, അതിൻ്റെ സസ്പെക്റ്റ് ആയിട്ട് ആരെ പിന്നെ പിടിക്കുന്നുണ്ട്, നമ്മുടെ ഹോഷ്കോമിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മേയർ. ഹി ഷോസ് സ്ട്രിങ്, അങ്ങനെ ഹോഷ്കോമിനെ പിടിച്ച സമയത്ത് ഹോഷ്കോം എന്ത് കയർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് ദ മേയർ ഡസ് നോട്ട് ബിലീവ് ഹിം, പക്ഷേ മേയർ അവനെ വിശ്വസിക്കുന്നില്ല. പിന്നെന്താണ്, പബ്ലിക് റെഡിക്കിൾ, മേയർ അവനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കയറാണ് എടുത്തത് സാർ, ഞാൻ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ മേയർ എന്ത് ചെയ്യാൻ അവനെ വിശ്വസിക്കുന്നില്ല. പിന്നെ പബ്ലിക് റെഡിക്കിൾ ആണ്. ഹോഷ്കോം ഈസ് laughed by villagers, അതായത് അവിടെയുള്ള എല്ലാ വില്ലേജേഴ്സും എന്ത് ചെയ്തു, ഹോഷ്കോമിനെ നോക്കി കളിയാക്കാൻ തുടങ്ങി. ഈവൻ ആഫ്റ്റർ ദ റിയൽ പോക്കറ്റ് ബുക്ക് ഈസ് ഫൗണ്ട്, എന്തിന് പറയണം, ആ പോക്കറ്റ് ബുക്ക് ശരിക്കും റിയൽ ആയിട്ട് പോക്കറ്റ് ബുക്ക് കിട്ടി, തിരിച്ചു കിട്ടി, എന്നിട്ടും ഹോഷ്കോം തന്നെയാണ് കള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു എന്ന് പറയാം കേട്ടോ. പിന്നെ ട്രാജിക് എൻഡാണ് ഈ സ്റ്റോറിക്കുള്ളത്. ഹോഷ്കോം എന്താണ്, ബിക്കം അപ്സെറ്റ് വിത്ത് പ്രൂവിങ് ഹിസ് ഇന്നസെൻസ്, ഹോഷ്കോമിന് ഒരിക്കലും അവൻ്റെ പിന്നെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുന്നില്ല. ഫാൾസ് ഇൽ, അവന് രോഗിയാകുന്നു. ഫാൾസ് ഇൽ എന്ന് പറഞ്ഞാൽ ഫാൾ എന്ന വിയ, ഇല്ലെന്ന രോഗം, ഇറ്റ് മീൻസ് അവൻ രോഗിയായി എന്നുള്ള മീനിങ് കേട്ടോ. ആൻഡ് ഡൈസ് റിപ്പീറ്റിംഗ് എ പീസ് ഓഫ് സ്ട്രിങ്, അങ്ങനെ മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോകുന്ന സമയത്തും അവസാനം അവൻ പറഞ്ഞ വാക്ക് എന്തായിരുന്നു, എ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഹോഷ്കോമിൻ്റെ ചാപ്റ്റർ ശരിക്കും പഠിച്ചോ, അതിന് SLC പബ്ലിക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, തീംസ് എന്ന് പറയുന്നത് ഇൻജസ്റ്റിസ് ആൻഡ് ഫാൾസ് അക്യൂഷൻ, അനീതിയും അതുപോലെ തന്നെയാണ് തെറ്റായ ആരോപണവും ഒന്ന്. രണ്ടാമത്തത് ഹ്യൂമൻ ക്രൂവാലിറ്റി ആൻഡ് ഗോസിപ്പ്, മനുഷ്യനോട് കാണിക്കുന്ന ആ ഒരു ക്രൂരത, അതുപോലെ ഗോസിപ്പ്. പിന്നെന്താ, റെപ്യൂട്ടേഷൻ ആൻഡ് സോഷ്യൽ പ്രഷർ കേട്ടോ. അതൊക്കെയാണ് ഈ മൂന്ന് തീംസ്. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് സിമ്പിൾസ്, പീസ് ഓഫ് സ്ട്രിങ് ഒരു സിമ്പിളാണ്, പോക്കറ്റ് ബുക്ക് ഒരു സിമ്പിളാണ്. പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ കയറും കഷ്ണം സിമ്പിളായി മാറാനുള്ള കാരണം ആ കയറും കഷ്ണം എടുത്തതിൻ്റെ പേരിലാണ് ഒരാളെ ലൈഫ് തന്നെ മാറ്റിയത് കേട്ടോ. സോ പിന്നെ ഈ പോക്കറ്റ് ബുക്കാണ് എന്ത് ചെയ്ത്, റെപ്രസെൻറ്റ് ഗ്രേഡ് സസ്പീഷൻ പവർ ഓഫ് ലൈസ്, ഒരു ഇങ്ങനെ ഇവന് എടുത്തത് കയറായിരുന്നു, പക്ഷേ എന്തായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു, പോക്കറ്റ് ബുക്കാണെന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. ഓക്കെ, സോ അതാണ് ഈ ഒരു നമ്മുടെ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ തീംസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അതുപോലെ ഓരോ ക്യാരക്ടേഴ്സും എന്തെല്ലാം ചെയ്യുന്നു, ഹോഷ്കോമിന് എന്താണ് പിന്നെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ. SLC എക്സാമിന് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഇനി ചാപ്റ്ററിനെ കുറിച്ച് കൂടുതലായി ഇന്ന് രാത്രി നമ്മൾ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലൈവിലേക്ക് കൂടി വന്ന് നമുക്ക് എന്ത് ചെയ്യും, അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാം. സോ മറ്റൊരു ലൈവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. Tata, bye bye, see you.